പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കിഷ്കിന്ദ കാണ്ഡം പടത്തിൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. നമ്മുടെ ദിൻജിത്ത് സംവിധാനം ചെയ്ത പടമാണ്. മറ്റേ കക്ഷ്യമണിപ്പിള്ളേക്ക് അവർ ചെയ്തിട്ടുള്ളതാണ്. ആരാന്നറിയോ? ആസിഫ് അലി, അപർണ ബാലമുരളി. സൺഡേ ഹോളിഡേയ്സ് കാണാം, കണ്ടാലോ? കമാൻ. ഗുഡ്വിൽ എന്റർടൈൻമെന്റ്. കല്ലപ്പത്തി സബ് ഡിവിഷൻ കാടാണ്. പബ്ലിക് ഇഷ്യൂ. സകല മാനവപ്പടയും ഈ നാട്ടിലുണ്ട്. 70s ഈ ഭാഗത്ത് നക്സൽ മൂവ്മെന്റ്സ് സ്ട്രോങ് ആയിരുന്നു. നക്സൽ കോടതിയിൽ വെടിവെപ്പ്. ലിസ്റ്റിൽ ഒരിക്കൽ കയറിയാൽ പിന്നെ എങ്ങനെ പോയി മുങ്ങി എന്ന് പറഞ്ഞിട്ട് നാട്ടുകാരാക്കണ്ണിനെ കാണും. ചില കാര്യങ്ങൾ ഭയങ്കര കാണിച്ചു വെച്ചു. അത് നീ പെരുന്തച്ഛനെ വിളിച്ചാലും തിരക്കുന്നില്ല. നീ അച്ഛൻ റൂമിൽ കയറിയ ഒരേ സമയം കൗതുകവും അതിലേറെ ഭീതി ഉണർത്തുന്നതുമായ വാർത്തയാണ് കൗതുകവും ഭീതി ഉണർത്തുന്നതുമായ കാഴ്ച. സംഭവമിറുക്ക്. സിമ്പിൾ ട്രെയിലർ അല്ലേ? നല്ല ട്രെയിലർ. ഒരുപാട് കാര്യങ്ങൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഫോറസ്റ്റ് ഡിഫൻസ്, നിലമ്പൂര് വെടിവെപ്പൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള സബ്ജക്റ്റാണ്. അപ്പോൾ അവിടെ ഒരു കുറച്ച് ആളുകളുടെ കൂടുതലായിട്ടുള്ള ഹിന്റ് ഒന്നും ട്രെയിലറിൽ തന്നിട്ടില്ല. കാരണം കൂടുതൽ നമുക്ക് അതില് ഈ എന്താ കണ്ടന്റ് എന്നുള്ള ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടന്റ്സ് എന്തോ പറയുന്നല്ലാതെ അതെ വേറെ ഒന്നും കണക്ട് ആയിട്ടില്ല. സംഭവം ഒരു പബ്ലിക്കിൽ നടക്കുന്ന കാർഡായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ അതാണ് ഡെവലപ്പ് ചെയ്യുന്നു. ഈ കാട്ടിലെ ഒറ്റപ്പെട്ടുള്ള ഒരു വീട് ചിലപ്പോ ഇവരുടെ ഒരു പ്രോപ്പർട്ടിക്ക് ആയിരിക്കും അത്. പിന്നെ പുതിയ റൂളൊക്കെ വന്നപ്പോ അതൊക്കെ പോയതായിരിക്കാം, അങ്ങനെയൊക്കെ തോന്നിയത്. പിന്നെ നല്ല ബീജിയം കാടിന്റെ അത് എന്തായാലും വിജയരാഘവൻ ജഗദീഷ് അടിപൊളി ലുക്കാണ് രണ്ടാളും പിടിച്ചുള്ളത്. പിന്നെ അപർണ ബാലമുരളി, പിന്നെ ആസിഫ് അലി. അത് ശരിക്കും സിനിമ കണ്ടാലും നമുക്ക് കൂടുതലായിട്ട് പറയാൻ പറ്റും. കാരണം ട്രെയിലറിൽ അധികം എന്താന്നുള്ളത് ഫുള്ളായിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ഇവരെ കോംബോ അത് നമുക്ക് നല്ല പ്രതീക്ഷ വരുന്ന ഒരു കോംബോ ആണ്. പിന്നെ സംവിധായകനായാലും കക്ഷ്യമണിപ്പിള്ള എന്നുള്ള പടം നല്ലൊരു സബ്ജക്റ്റ് ആയിരുന്നു. ആ പടം അതെ. ആ കാലഘട്ടത്തില് പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ ഭയങ്കര റിലേറ്റഡ് ആയിട്ട് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ ആള് സംവിധാനം ചെയ്യുന്നൊരു പടം ആകുമ്പോ ഡിഫറെന്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും. വെയിറ്റ് ചെയ്യാല്ലേ. അപ്പൊ നമ്മള് FDFs തന്നെ കണ്ടിട്ട് നമ്മുടെ ഒപ്പീനിയൻ നമ്മളെ ഷെയർ ചെയ്യും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ആൻഡ് ഷെയർ. ബൈ.